നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ ചിത്തർപീഠം ശിവരാജയോഗി സംസാരിക്കുന്നു. ഇപ്പോൾ ഒരു ക്രിസ്തവ ബോധകർ, അത് ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിസ്തവ ബോധകർ, പ്രീച്ചർ, പേര് ഡോക്ടർ GU പോപ്പ്. ഡോക്ടർ GU പോപ്പ് എന്ന് പറഞ്ഞാൽ ആൾ ഓവർ ദി വേൾഡ് അറിയാൻ പറ്റും. നേര് വന്ന് ക്രിസ്തവ മതത്തെ പരത്താൻ വേണ്ടി ഇന്ന് തമിഴ്നാട്ടിൽ വന്നു. 1839 വന്നു. 1839 ഇയർ വന്ന് ബ്രിട്ടീഷുകാരൻ ബോൺ ഇൻ കാനഡ, ബട്ട് പാരൻസ് മൈഗ്രേറ്റഡ് ടു ഇംഗ്ലണ്ട്. അപ്പോൾ ഇങ്ങേര് വന്ന് ക്രിസ്തവ മത പ്രീസ്റ്റായിരുന്നു. അപ്പോൾ ഇങ്ങേരെ ഇന്ത്യയിൽ വന്ന് ക്രിസ്തവ മതത്തെ പരത്തണം. അതിന് പൈസ കൊടുത്ത് പരത്താം, അല്ലെങ്കിൽ എന്തെങ്കിലും പെർസുവേഷൻ, ഇങ്ങനെ വന്ന് അവിടെ നിന്ന് ഒരു ടീം പണമൊക്കെ കൊടുത്ത്, ഇങ്ങനെ ചിലവിന് പണമൊക്കെ കൊടുത്ത് ഒരു 50 ബൈബിളും 50 റോസറിയും കയ്യിൽ കൊടുത്ത് ഇന്ത്യക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ അങ്ങേര് സെലക്ട് ചെയ്ത സ്ഥലം വന്ന് സൗത്ത് ഇന്ത്യ, ദാറ്റ് ഈസ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ സായർപുരം എന്നൊരു സ്ഥലത്ത് ആദ്യം വന്ന് ഇറങ്ങി വന്ന് ഹിന്ദു മതത്തെ ക്രിസ്തവ മതത്തെ പരത്താൻ വേണ്ടിയുള്ള ഉയർച്ചയിൽ ഈടുപെട്ടു. അപ്പോഴാണ് ഇങ്ങേര് വന്ന് തിരുവാസകം, മാണിക്യ വാസകർ എഴുതിയ തിരുവാസകം എന്നുള്ള ബുക്ക് വന്ന് വായിക്കാനുള്ള ചാൻസ് കിട്ടി. അത് വായിച്ചുകൊണ്ട് തന്നെ ഇങ്ങേർക്ക് വന്ന് ഈ ഹിന്ദു മതം തന്നെ അതിലും ശൈവ സിദ്ധാന്തം, തമിഴ്നാട്ടിലുള്ള ശൈവ സിദ്ധാന്തമാണ് ഹയ്യസ്റ്റ്, അതാണ് ഓൾഡസ്റ്റ്, ശിവൻ്റെ വർഷിപ്പാണ് ഇന്ത്യയിൽ ഓൾഡസ്റ്റ്, ഇങ്ങനെയെന്നുള്ളതൊക്കെ വന്ന് മനസ്സിലാക്കി ആ തിരുവാസകത്തെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അങ്ങേർക്ക് 7 കൊല്ലം പിടിച്ച് അങ്ങേര് വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തു. ഈ പബ്ലിഷ് ചെയ്തപ്പോഴാണ് അങ്ങേര് പറഞ്ഞ്, ഈ തിരുവാസകത്ത് പഠിച്ച് മനസ്സ് ഉരുകാത്ത ഒരു വാസകത്തിന് ഉരുവില്ല, അങ്ങനെയെന്ന് പറഞ്ഞ് അങ്ങേര് ഒരു സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തു. അപ്പോൾ ഇത് വന്ന് ലാസ്റ്റിൽ അങ്ങേര് മരിച്ചു പോയാൽ തമിഴ്നാട്ടിൽ തിരുനെൽവേലിയിൽ താമ്രപരണി നദിയുടെ കരയിൽ അങ്ങേരെ ഡെഡ് ബോഡിയെ പുതച്ച് ആ കല്ലറയിൽ ഇവിടെ ഒരു തമിഴ് സ്റ്റുഡൻറ്റ് ഉറങ്ങുന്നു, ഇംഗ്ലീഷിൽ ഹിയറിൻ ലൈസ് എ സ്റ്റുഡൻറ്റ് ഓഫ് തമിഴ് എന്ന് എഴുതാൻ പറഞ്ഞു. കല്ലറയിൽ അങ്ങനെ എഴുതുന്നതിൻ്റെ പേര് എപ്പിറ്റ. ആ എപ്പിറ്റയിൽ ഇങ്ങനെ എഴുതണമെന്ന് അങ്ങേര് ആൾറെഡി എഴുതി വെച്ചുകൊണ്ട് പോയി. അതേമാതിരി അങ്ങേര് വന്ന് ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. സോ ഒരു ക്രിസ്തവ മതത്തെ പരത്താമെന്ന ഒരു പാതിരിയാർ അങ്ങേര് ഹിന്ദു മതത്തിലുള്ള തിരുവാസകത്തെ പഠിച്ച്, തമിഴിലുള്ള തിരുവാസകത്തെ പഠിച്ച് அதை വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിനെ പ്രൊമോട്ട് ചെയ്യാനും തുടങ്ങി. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങേർക്ക് പൈസ കൊടുത്ത് തമിഴ്നാട്ടിൽ അയച്ച എല്ലാവരും ചേർന്ന് ഒന്നിച്ച് അവർ വന്ന് അവിടെ കേസിട്ട്, ഇങ്ങനെയാണ് ഞങ്ങൾ പണം കൊടുത്തയച്ചത് ക്രിസ്തവ മതത്തെ പരത്താൻ വേണ്ടിയാണ് കൊടുത്തത്, പക്ഷേ ഇങ്ങേരെ അവിടെ പോയി ഹിന്ദു മതത്തെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇങ്ങേരെ മേലെ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞ് ആൾക്കളെ പറ്റിച്ചെന്നുള്ളത്, പണം വാങ്ങിച്ച് പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് അവിടെ കേസ് ചെയ്തപ്പോൾ കേസെടുത്തിട്ട് ഇങ്ങേര് അവിടെ വിളിച്ച് ഇങ്ങേര് പോയപ്പോൾ ജഡ്ജി ചോദിച്ചു, എന്താണ് ഇങ്ങനെ ചെയ്തത്, ക്രിസ്തവ മതത്തെ പരത്താൻ വേണ്ടി പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി, അവിടെ പോയി ഹിന്ദു മതത്തെ പരത്തുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞ് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണത്, ആ ബുക്ക് പഠിച്ചാൽ എല്ലാവരും കരഞ്ഞു പോകും, എല്ലാവർക്കും ഒരു അട്രാക്ഷൻ ഉണ്ടാകും, അത്ര ഉള്ള ഒരു പുസ്തകമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഈ ബുക്ക് കൊണ്ടാണ് ഞാൻ പഠിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. പഠിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് തീർപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കോർട്ടിന് ഈ GU പോയപ്പോൾ മജിസ്ട്രേറ്റ് ഓടി വന്ന് അങ്ങേരെ കാലിൽ തൊട്ട് കുമ്പിട്ടിട്ട് പറഞ്ഞ്, ഇങ്ങനെ ഞാൻ കേസ് ഡിസ്മിസ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ഈ GU പോപ്പ് ചെയ്തിട്ടുള്ളത് വലിയ ഒരു ഉപകാരമാണ്, വലിയ കാര്യമാണ്. ഇത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ സ്ക്രിപ്ചറ് ലോകത്തുള്ള എല്ലാവരും അറിയാൻ വേണ്ടി ഇംഗ്ലീഷിൽ വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്താൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവർക്കാണ് ഈ ശൈവത്തിലുള്ള തിരുവാസകം. അപ്പോൾ ഈ തിരുവാസകത്തിൽ
ഉരുകാതാർ ഒരു വാസകത്തും ഉരുകാർന്ന് പറയും. ഇതിനെ കണ്ടിട്ട് ക്രിസ്തവ മതത്തെ പറത്താമെന്ന ആ പാതിരിയാർ ഹിന്ദു മതത്തെ പറത്തവും പിന്നെ തമിഴ് ലാംഗ്വേജ് പഠിക്കവും തമിഴ് ലാംഗ്വേജിലുള്ള സുഷുമികളെ പഠിച്ച് ലോകത്ത് ഉണർത്തിയ ആളാണ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരുടെ പീരീഡിൽ അവർ പണം കൊടുത്തും നിലം ദാനം കൊടുത്തും അന്ന് ഓരോരുത്തരെ ഇങ്ങനെ മതം മാറ്റിയുള്ള ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നത് അത് വളരെ നോട്ടബിൾ ഹിസ്റ്ററിയിൽ വരും വലിയ ഒരു ഇതാണ്. അതുമാത്രമല്ല, ഇങ്ങേര് തിരുവാസകം എന്ന് പറഞ്ഞത് തിരുമുറകൾ ശിവനെ കുറിച്ച് എഴുതിയിട്ടുള്ള സ്തോത്ര ബുക്ക് അതേ പാതിരിയാർ വീണ്ടും ട്രാൻസ്ലേഷൻ ചെയ്തു. തിരുവരുട്പയൻ എന്ന് പറയുന്ന ഒരു സാൻസ്ക്രിറ്റ് ഇതേമാതിരി ശൈവസിദ്ധാന്ത ബുക്ക് തമിഴിലുള്ളത് അങ്ങേര് തിരിച്ച് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് വേൾഡ് ലെവലിൽ ഫേമസ് ആയിട്ട് ഇരിക്കുകയാണ്. സോ ഇങ്ങനെ ഇതൊരു റിമാർക്കബിൾ ഹിസ്റ്ററി. ഒരു ക്രിസ്തവരിൽ നിന്ന് ഹിന്ദു മതത്തിൽ വന്ന് വാലണ്ടറി ആയിട്ട് അത് പരത്താമെന്ന ആൾ ഹിന്ദുവായിട്ട് മാറി ഹിന്ദു മതത്തെ പരത്തി വേൾഡ് ഫുള്ളായിട്ട് എന്നുള്ള റെക്കോർഡ് എല്ലാം മലയാളത്തിൽ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയാണ് ഇത് പറയുന്നത്. നമ്മൾ ശിവയോഗത്തിനെ കുറിച്ചുള്ള ട്രെയിനിങ്, ചക്ര ആക്ടിവേഷൻ, അതുപോലെ ചന്ദ്രയോഗ, അമുരിധാരണ, എനർജി ട്രാൻസ്മ്യൂട്ടേഷൻ യോഗ, കായകൽപ്പ യോഗ എന്നുള്ള ട്രെയിനിങ്ങൊക്കെ മലയാളത്തിലും ഓൺലൈനിലും ഡയറക്റ്റായിട്ടും ക്ലാസ് നടത്തുന്നതുകൊണ്ട് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.